വാർത്തകളിലേക്ക്. കോഴിക്കോട് എരിഞ്ഞിപ്പാലത്ത് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്തിന്റെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. കണ്ണാടിക്കൽ സ്വദേശിയും ജിം ട്രെയിനറുമായ ബഷറുദ്ദീനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയേക്കും. പെൺകുട്ടി യുവാവിനയച്ച സന്ദേശം പോലീസ് കണ്ടെടുത്തു. എം.എസ്. അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, അറസ്റ്റ് ഇന്നുണ്ടായേക്കും അല്ലേ? തീർച്ചയായും അറസ്റ്റ് ഇന്നുണ്ടാവും എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ 2 വർഷത്തിലായി ഈ ആത്മഹത്യ ചെയ്ത ആയിഷ എന്ന യുവതിയും ഒപ്പം ബഷറുദ്ദീൻ എന്ന ജിം ട്രെയിനർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. ഇതിനുശേഷം ഒരാഴ്ച മുമ്പ് ഓണാവധിക്കായി ഈ നാട്ടിലേക്ക് എത്തിയ യുവതി വീട്ടിൽ പോലും പോകാതെ, അല്ലെങ്കിൽ വീട്ടുകാരുമായി ഫോണിൽ പോലും ബന്ധപ്പെടാതെ യുവാവുമൊത്ത് കഴിയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യം പ്രതി പോലീസിനോട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇരുവരും തമ്മിൽ പരസ്പരം പലപ്പോഴും വഴക്കടിക്കുന്നതും തർക്കിക്കുന്നതും ഒക്കെ പതിവായിരുന്നു എന്നും പറയുന്നു. ഈ സംഭവം നടന്ന ദിവസം ഓണാഘോഷത്തിൽ പങ്കെടുക്കാനായി താൻ പുറത്തേക്ക് പോയി. ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോകരുത് എന്ന് ആയിഷ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഈ വാക്ക് അവഗണിച്ച് താൻ പുറത്തേക്ക് പോയി. തിരിച്ച് വന്നപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ യുവതിയെ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. പിന്നീട് ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് തന്റെ മരണത്തിന് താനാണ്, അതായത് ബഷറുദ്ദീനാണ് ഉത്തരവാദി എന്ന് ബഷറുദ്ദീന്റെ ഫോണിലേക്ക് യുവതി വാട്സാപ്പിൽ മെസ്സേജ് അയച്ച ശേഷമാണ് മരിച്ചത്. ആ മെസ്സേജ് പോലീസ് വീണ്ടെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ ഒരുങ്ങുന്നത്. നേരത്തെ യുവതിയുടെ കുടുംബവും ബഷറുദ്ദീനെതിരെ രംഗത്തെത്തി. ഇയാൾ ഈ യുവതിയെ കൊന്നതാണ് എന്ന ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചത്. ഇരുവരും തമ്മിൽ പലപ്പോഴും തർക്കങ്ങളും യുവതിയെ മർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയതായി യുവതിയുടെ കൂട്ടുകാരികൾ കുടുംബത്തോട് പറഞ്ഞിരുന്നു. ഒപ്പം വലിയ ഒരു ടോക്സിക് റിലേഷൻ എന്ന രീതിയിലാണ് ഈ കുട്ടിയെ ഇയാൾ കൊണ്ടുപോയത്. ഇവരുടെ ചിത്രങ്ങൾ പകർത്തുകയും ദൃശ്യങ്ങളൊക്കെ പകർത്തുകയും അത് ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്താണ് കൂടെ കൂട്ടിയിരുന്നത്. പ്രത്യേകിച്ചും ഓണ അവധി ലഭിച്ചിട്ട് ഈ കോഴിക്കോട് വരെ എത്തിയിട്ട് പോലും കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള അത്തോളിയിലേക്ക് എന്തുകൊണ്ട് കുട്ടി പോകാതിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അത് ഇയാളുടെ ബ്ലാക്ക്മെയിലിന് വഴിപ്പെട്ടത് കൊണ്ടാണ് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും പോലീസ് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ അത് പൂർണ്ണമായ ഒരു തൂങ്ങിമരണം എന്നൊരു നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ മെസ്സേജുകളൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണം കുറ്റം ചുമത്തി കേസെടുക്കുന്നത്. ശരി, എം.എസ്. അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.